നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുകയും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഗിന്നസ് ബുക്കിൽ വരെ ഇടം നേടിയ നമുക്ക് കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഉത്സവം ആറ്റുകാൽ പൊങ്കാല. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമായിട്ടും എനിക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ചിപ്പീനെയാണ്. രജപുത്ര രഞ്ജിത്തിൻ്റെ ഭാര്യയായ ശ്രീ ചിപ്പി രഞ്ജിത്തിനെ. ചിപ്പി പങ്കെടുക്കാത്തൊരു ആറ്റുകാൽ പൊങ്കാല നമ്മൾ ടി വിയിൽ കാണുന്നതിൽ വളരെ വിരളമായിരിക്കും. ചിപ്പി സത്യത്തിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ന്യൂസിൽ പറയുന്നത് കേട്ടു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് രണ്ട് വ്യത്യസ്തമായ കഥകളുണ്ടെങ്കിലും രണ്ടിലും അവസാനം പൊങ്കാലയിട്ട് ദേവിയെ സ്വീകരിക്കുന്നു എന്നതാണ്. മധുര നഗരം ചുട്ടുചാമ്പലാക്കിയ ദേവിയുടെ കോപത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടി പൊങ്കാല നൽകി ദേവിയെ സ്വീകരിച്ചു എന്നതും ഒരു കഥയുണ്ട്. മഹിഷാസുരനെ വധിച്ചതിന് ശേഷം ദേവിയെ പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നതും ഒരു കഥയുണ്ട്. രണ്ട് വ്യത്യസ്തമായ കഥകളാണെങ്കിലും ദേവിയെ പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നതാണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. എന്നാലും പൊങ്കാലയിട്ട് ദേവിയെ സ്വീകരിച്ചു എന്നതിനാൽ ആറ്റുകാലിൽ പൊങ്കാല വളരെ പ്രശസ്തമാണ്. ആറ്റുകാൽ പൊങ്കാല ഒരിക്കലെങ്കിലും പങ്കെടുക്കണമെന്ന് എനിക്കൊരു മോഹമുണ്ട്. ഇതുവരെ സാധിച്ചിട്ടില്ല. ദേവി എന്തെങ്കിലും അത് സാധിച്ചു തരുമെന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം പൊങ്കാലയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.